നമസ്കാരം. ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി എന്താണ്? നിങ്ങളുടെ ഇപ്പോഴുള്ള റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി എന്താണ്? നിങ്ങളിതിൽ ഒരു കാർഡ് സെലക്ട് ചെയ്യുക. പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എനർജിയെ കൂടി നൽകി കാർഡ്സ് സെലക്ട് ചെയ്യുക. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി എന്ന് പറയുന്നത് ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ്. ഓവർ തിങ്കിങ്ങിലൂടെയാണ് കടന്നു പോകുന്നത്. മനസ്സിൽ ആവശ്യമില്ലാത്തതായിട്ടുള്ള ചില ചിന്തകൾ ഉള്ളതായി കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ ആ ഒരു നെഗറ്റീവ് ചിന്തകളെല്ലാം റിലീസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് വേണമെന്ന്, ഒരു ന്യൂ സ്റ്റാർട്ട് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തി ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണമോ അതോ ഇവിടെ വെച്ച് ബ്രേക്കപ്പ് ചെയ്യണമോ? ഇതിൽ നിന്നും എങ്ങനെയാണ് പുറത്ത് കടക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോഴും തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായി കാണുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഏസ് ഓഫ് വാണ്ടിന്റെ എനർജി വന്നിരിക്കുന്നത്? 5 ഓഫ് വാണ്ടിന്റെ എനർജിയാണ്. ഒരുപാട് കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ ഫസ്റ്റ് കാർഡ് കാണിക്കുന്നുണ്ട്. ഒരുപാട് വട്ടം നേരെയാക്കാൻ ശ്രമിച്ചിട്ടുള്ളതായി കാണുന്നു. പല പ്രാവശ്യങ്ങളും നിങ്ങൾ മാനസികമായും തളർന്നു വീണിട്ടുള്ള ഒരു സിറ്റുവേഷനെ ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് 9 ഓഫ് വാണ്ടിന്റെ എനർജിയാണ്. നിങ്ങളിപ്പോൾ ഒരു ഔട്ട്സൈഡർ പോലെയുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട് യാതൊരു ആക്ഷനും എടുക്കാൻ സാധിക്കാതെ ഒരുപാട് ബേർഡൻ അനുഭവിച്ചുകൊണ്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ മാറി നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താണ്? ഫസ്റ്റ് കാർഡിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ദ വേൾഡിന്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡിന് എന്ത് ഫ്യൂച്ചറാണ് ഉണ്ടാകുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഫ്യൂച്ചറാണ് രണ്ടാമത്തെ കാർഡുകാർക്ക് ഉണ്ടാകുന്നത്? ഇവിടെ റീയൂണിയൻ സംഭവിക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് സ്ലോ ആക്ഷൻ ആണ്. കാരണം എർത്തിന്റെ എനർജി ആയതുകൊണ്ട് കുറച്ച് സ്ലോ ആക്ഷനിലായിട്ട് വരുന്നുണ്ട്. എങ്കിലും കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു എനർജി കടന്നു വരുന്നതായിരിക്കും. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.